ഇന്ന് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധി എന്നുള്ളതായ വിഷയത്തെ സംബന്ധിച്ചാണ്. വളരെ ക്ലാസിക്കലായ ഒരു സബ്ജക്റ്റാണ്, വളരെ പഴയ ഒരു സബ്ജക്റ്റാണ് വിശുദ്ധി എന്നുള്ളതായ വിഷയം. Today we are here to have a brief meditation on the topic holiness. It's a very classical topic and there's a lot to say about it. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉള്ളതുകൊണ്ട് ഇത് ഇംഗ്ലീഷ് സർവീസ് ആയതുകൊണ്ടും കുഞ്ഞുങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. As an English service and we are translating, could I ask all the children to focus their attention here? വിശുദ്ധി എന്ന പദം കൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? What do you mean by the term holiness? ഒരു ചോദ്യമാണ്. It's a big question. എന്താണ് വിശുദ്ധി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by the term holiness? പറഞ്ഞാട്ടെ. Can someone answer me, please? Carly? Anything else? Separation? പിന്നെ ആ വാക്കിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? How can you define the word holiness? Praise the Lord. Praise the Lord. എന്തെങ്കിലും ആൻസർ ഉണ്ടോ പറഞ്ഞാട്ടെ. Do you have any further answers? അറിയാമെന്ന് പറഞ്ഞു, തെറ്റിയാലും കുഴപ്പമില്ല. It's okay if you get it wrong, just tell me what you know. Being virtuous. Very good. Then പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ വിശുദ്ധി എന്ന വിഷയം ഇന്ന് ആക്ച്വലി വന്ന സമയം മുതൽ ഞങ്ങളുടെ നമ്മുടെ വിശ്വാസികൾ ഒരുമിച്ച് സംസാരിച്ചപ്പോഴാകട്ടെ, പ്രാർത്ഥിച്ചപ്പോഴാകട്ടെ, ഭാഷകൾ പ്രസംഗിച്ചപ്പോഴാകട്ടെ, പാട്ട് പാടിയപ്പോഴാകട്ടെ, എല്ലാം ദൈവം പരിശുദ്ധനാണെന്നും വിശുദ്ധിയെപ്പറ്റിയും ഒക്കെയാണ് നമ്മൾ ആക്ച്വലി ഒരു സ്പെസിഫിക്കായിട്ട് പേരിട്ട് വിളിച്ചില്ലെങ്കിൽ പോലും ഇന്ന് മൊത്തം നമ്മൾ പറഞ്ഞത് എന്താണ്? വിശുദ്ധിയെപ്പറ്റി തന്നെയാണ്. Today, from the moment I reached here, as I spoke to the brothers and sisters here, as we sang our songs, as we meditated from the Psalms, the concept of holiness was all pervading throughout this. ഇതിന് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. Let us go to a key verse as a start of our meditation. 1 പത്രോസ് 1:15 വാക്യം, അതിന് 16 വാക്യം. Let's go to 1 Peter chapter 1 verses 15 and 16, please. വായിച്ചാട്ടെ, കുഞ്ഞുങ്ങൾ വായിക്കണം കേട്ടോ. Can one of the youth read, please? But as he who has called you holy, you also be holy in all your conduct, because it is written, be holy, for I am holy. But ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്, മലയാളത്തിൽ പ്രകാരം പറയുന്നു 15-16. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. here we are told to be holy in all of our conduct, because he who called us is holy, and it is clearly given in the scriptures that our Lord is holy. എന്താണ് ഈ വിശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്? So what do you mean by holiness? വിശുദ്ധി എന്നാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഒരു പെന്തക്കോസ്ത് വിശ്വാസി എന്ന രീതിയിൽ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന രീതിയിൽ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തെ പോലെ കർത്താവിനെ പോലെ ആയിത്തീരുക അല്ലെങ്കിൽ ആകുക എന്നുള്ള പദം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? The term holiness, especially taken in a Pentecostal context, it means that with each passing day you become more and more like the Lord in your conduct. Praise the Lord. Praise the Lord. ഈ ദൈവം വിശുദ്ധനാണ്. God is holy. ദൈവം ആരാണ്? Who is God? കുഞ്ഞുങ്ങൾ പറഞ്ഞേ, ദൈവം ആരാണ്? Who is God? God is holy, right? ദൈവം വിശുദ്ധനാണ്, ദൈവം പ്യുവറാണ്, അല്ലേ? God is pure. അല്ലേ? ദൈവം പ്യുവറാണ്. ആ ഒരു എന്താ പറയുന്നത്, നമ്മളെല്ലാവരും വിശുദ്ധിയിൽ പരിപൂർണരാണെന്നല്ല ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒന്നും വിശുദ്ധി പരിപൂർണരല്ല. നമ്മളെല്ലാവരും ആ വിശുദ്ധിയിലേക്ക് എത്തുവാൻ വേണ്ടി ദിനം പ്രതി പ്രയത്നിക്കുന്നവരാണ്. So none of us are perfect or holy in all respects. Neither I who am speaking to you nor you who are sitting here is perfect in any way. Rather, we strive to be holy and perfect with each passing day. ദൈവത്തിൻ്റെ ആ ക്യാരക്ടർ
അല്ലേ, വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തുക എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. വി നീഡ് ടു നോ പറയണം. So, as we strive for holiness, we must understand that holiness is a character of God. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഈ ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണ്? So, what are the characteristics of God? Can you say that? Can anyone answer me, please? What is the character of God? എന്താണ് ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. Do you understand what I mean by character? പറഞ്ഞാട്ടെ, കുഞ്ഞുങ്ങൾ പറ. Can someone from the youth answer? Teenagers. പിന്നെ പറഞ്ഞാട്ടെ. കറക്റ്റ് ആണ്. It's a creator. It's a part of that. Who said? Almighty. He's a healer. It's a part of that. Then it's very patient, like us. പറഞ്ഞേ. It's merciful. It's part of that. Then character, ദൈവത്തിൻ്റെ ക്യാരക്ടർ. It's righteous. Very good. ഈ നിങ്ങൾ പറഞ്ഞതെല്ലാം അതിൻ്റെ ഒരു മെയിനായ ഘടകങ്ങളും സബ് ഘടകങ്ങളുമാണ് നിങ്ങൾ പറഞ്ഞത്. All of these are included in the characteristics of God. ഒന്നാമത്തെ ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹീസ് ഹോളി. ദൈവം ഹോളിയാണ് എന്നുള്ളതാണ്. But the first and foremost character of God is that He is holy. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹോളി. പറഞ്ഞേ. Can everyone repeat after me, holy? നമ്മൾ വായിച്ച പദത്തിൽ എന്താ പറയുന്നത്? So what do we see in the verse? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും എന്ത് ചെയ്യണം? നോക്കണം, എല്ലാ നടപ്പിലും. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം. എല്ലാ നടപ്പിലും, ചിലതിലല്ല. നമ്മൾ പലപ്പോഴും ചിലതിലൊക്കെ വിശുദ്ധരാണ്, ചിലതിലൊന്നും നമ്മൾ എന്തല്ല, വിശുദ്ധരല്ല, അല്ലേ? അത് ഉള്ള കാര്യമാണ്. എന്നാൽ ദൈവം പറയുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് ദൈവത്തിന് എന്നിൽ നിന്നും വേണ്ടത്? എല്ലാ നടപ്പിലും വിശുദ്ധി. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാ നടപ്പിലും എന്ത് ചെയ്യണം? വിശുദ്ധരാകണമെന്നാണ്. In the verse that we read, but as He has called you as holy, you also be holy in all your conduct. Here, the emphasis on the word all. Most of us are holy in some of our conducts, but in others we are not. So those, I who am preaching to you and those who are listening to me, we must be holy in all of our conduct. അടുത്ത ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് ദൈവം സ്നേഹിക്കുന്നവനാണ്. The second character of God is that He is a loving God. ആമേൻ. ആ സ്നേഹം, മഹത്തായ സ്നേഹം ഉള്ളത് കൊണ്ടാണ് സ്വന്തം പുത്രനെ നമുക്ക് നൽകി, അല്ലേ? ആ രക്ഷയുടെ സന്തോഷം പ്രാപിച്ച് ഇന്ന് നമ്മൾ സഭയിലായിരിക്കുന്നത്. It is because of His awesome love that He gave His only Son and gave us the privilege to be part of His church. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ദൈവം, നമ്മുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞു, ദൈവം ഗാഡ് ഈസ് റൈച്ചസ്. ദൈവം നീതിയുള്ള ദൈവമാണ്, അനീതിക്ക് കൂട്ടി നിൽക്കുന്ന ദൈവമല്ല. അത് ദൈവത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. And one of you answered that our God is a righteous God. The Lord will not partake of any unrighteous actions. നമ്മുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞൊരു ഭാഗമാണ് ഗോഡ് ഈസ് മേഴ്സിഫുൾ, റൈറ്റ്? ഗോഡ് ഈസ് മേഴ്സിഫുൾ ആൻഡ് ഫോർഗീവിങ്. ദൈവം ക്ഷമിക്കുകയും ദൈവം ദയയുള്ള ദൈവവുമാണ്, അല്ലേ? ദൈവം മേഴ്സിഫുൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. We can understand from His actions that the Lord is merciful and forgiving, as one of you answered. അത് എന്തിന്റെ ഭാഗമെന്നറിയാമോ? ഇതെല്ലാം ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണ്. And these are all part of the character of God. അത് മാത്രമല്ല, ദൈവം വിശ്വസ്തനാണ്. അത് ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണ്. And the Lord is also faithful, and that's also an integral part of His character. അത് മാത്രമല്ല, നിങ്ങൾ കേട്ട് കാണോ, ഒമ്നിഷ്യൻ, ഒമ്നിപോട്ടന്റ്, ഒമ്നിപ്രസന്റ് കേട്ടിട്ടുണ്ടോ ആ പദങ്ങള്? Have you heard of these terms? ഒമ്നിഷ്യൻ ആണ്, ഒമ്നിപോട്ടന്റ് ആണ്, ഒമ്നിപ്രസന്റ്. എന്താ അതിന്റെ അർത്ഥം? എന്തുവാ? Do you know the meaning of these terms? All powerful. അവൻ സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, അല്ലേ? ഇതെല്ലാം ദൈവത്തിന്റെ ക്യാരക്ടറിൽപ്പെട്ട വിഷയങ്ങളാണ്. These are all parts of the character of God. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധി എന്നാൽ ദൈവത്തിന്റെ ക്യാരക്ടറിനോട്, അതായത് നമുക്ക് ഒമ്നിഷ്യനാകാനോ ഒമ്നിപോട്ടന്റ് ആകാനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിയുകയില്ല, അല്ലേ? അറ്റ്ലീസ്റ്റ് വിശുദ്ധരായിരിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയും, അല്ലേ? അതോടൊപ്പം തന്നെ സ്നേഹിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയും, അല്ലേ? പറ്റുമോ? ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ പോലെ, അല്ലെങ്കിൽ എന്താണ് ദൈവ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പവേഴ്സിനെ പറ്റി ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്താ പറഞ്ഞാൽ, ദൈവത്തോട് ഏറ്റവും അടുത്ത, അതായത് നമ്മൾ വായിച്ച വാക്യത്തിനനുസരിച്ച് നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും എന്താകണം?
വിശുദ്ധരാകണം. അടുത്ത് പറയുകയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ, ഐ ആം ഹോളി, അല്ലേ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. So we cannot attain to the extraordinary aspects of the Lord's character. We cannot be omniscient or omnipresent or all-knowing. But what we can do is to come close to some of the characteristics of God, which is holiness and being loving to each other. That is an aspect of the Lord's character which we can attain to. പ്രൈസ് ദി ലോർഡ്. നാം ഇരിക്കുന്ന ജനം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്, നാം എല്ലാവരും വിശുദ്ധരായിരിക്കണം എന്നുള്ളത്. So the Lord desires that all of his children who are gathered here be holy. സഭ, ചർച്ച എന്ന വാക്ക് ഏത് വാക്കിൽ നിന്ന് വന്നെന്നറിയാമോ? Do you know the word root of the term church? അല്ലെങ്കിൽ റൂട്ട് വാക്ക് എന്നറിയാമോ? Do you know the root word? എക്ലീഷ്യ എന്ന പദത്തിൽ നിന്നാണ് ഈ നമ്മള് കൂട്ടായ്മ എന്നുള്ള വിഷയം വരുന്നത്. It is from the term ecclesia or fellowship that the word comes from. നിങ്ങൾക്കറിയാമോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്ലീഷ്യ? എന്താണ് ഈ എക്ലീഷ്യ എന്ന പദത്തിന്റെ അർത്ഥം? Do you know what ecclesia means? ഞായറാഴ്ച രാവിലെ സമയം കിട്ടുമ്പോൾ സഭയിൽ വരുന്നവരെന്നാണോ അർത്ഥം? Does it mean those who turn up in the morning on a Sunday if they have spare time? There is ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതായൊരു മീനിങ് അതിനുണ്ട്. It has a specific meaning. പ്രൈസ് ദി ലോർഡ്. അതായത് പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് ശ്രദ്ധിക്കണം, സ്പെഷ്യൽ ഒക്കെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? എക്ലീഷ്യ, സഭ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. The term ecclesia or church means those who have been called and separated for a very specific purpose. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? Do you understand me? അപ്പൊ ആരാ നിങ്ങൾ? So who are you? ആരാ നമ്മൾ? Who are we? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ജനത്തിന്റെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്ന നിർവചനം, നമ്മൾ വിശുദ്ധരാണ്, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവകൃപയിൽ നിൽക്കുന്നുവെങ്കിൽ നാം വിശുദ്ധരാണ് എന്നൊരു നിർവചനം തരുമ്പോൾ അതിനെ സഭയോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരു എന്താണ് പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണെന്നുള്ള തിരിച്ചറിവ് ആർക്കുണ്ടാകണം? നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. So we must fully understand that we who are part of the church, we who have been baptized, and we who are standing in the grace of God, we must understand that we have been called for a specific purpose to follow the Lord. ഹല്ലേലൂയ. Hallelujah. വിശുദ്ധി എന്നത് ദൈവസഭയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പദമാണ്. The term holiness has critical importance to the church. ഇന്ന് പല സഭകളിലും വിശുദ്ധി എന്ന പദത്തെ നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ കഴിയുകയില്ല. In many churches in this world, the word has been banned from meditation. അത്രയധികം എന്താണ് പാപത്തിലേക്കും ലോകത്തിലേക്കും സഭ ഇറങ്ങിൽ എന്താണ് മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. The church has been influenced to a great extent by sin and the world. ഈ നമ്മൾ പൊതുവേ വിശുദ്ധി എന്ന് പറയുമ്പോൾ, സഭയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സഭയെ തിരിച്ചറിയുന്നത്? എങ്ങനെയാ അവൻ വിശുദ്ധനാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? But how do we know that something is holy? പലപ്പോഴും അപ്വേർഡ്ലി എന്താണ് പ്രസന്റേഷൻ അല്ലെങ്കിൽ പുറമേയുള്ള നമ്മുടെ ഓരോ കാര്യങ്ങൾ കണ്ട് നമ്മൾ വിലയിരുത്തുന്നത് വിശുദ്ധനാണെന്ന്. Oftentimes we assess someone or something by its outward presentation and then decide that he or she is holy. അല്ലേ? ഞാൻ എന്തൊക്കെയാണെന്ന് പറയുന്നില്ല. ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് ബോറിംഗ് ആയി തോന്നും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നില്ല. പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ട് നാം എന്ത് ചെയ്യുക? അവൻ വിശുദ്ധനാണ്, അവൻ വിശുദ്ധിയാണ് എന്ന് നമ്മൾ വിധി എഴുതുകയാണ്. Oftentimes we look at the outward presentation and then pronounce a judgment saying he is holy or she is holy. രണ്ടാമത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹോളിനെസ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ്. When I talk about holiness, it involves an aspect of separation. ആ പോയിന്റ് നിങ്ങൾ ഒരാൾ തന്നെ നേരത്തെ പറഞ്ഞതാണ്. ഹോളിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേഷൻ. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മലയാള പദത്തിൽ എന്താണ്? വേർപാട്. As one of you mentioned, holiness involves separation. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. 2 കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിലേക്ക് വേഗത്തിൽ വരാം. 2 കൊരിന്ത്യർ 2 Corinthians chapter 6 6-ാമത്തെ അധ്യായം 17-ാം വാക്യം. Second Corinthians 6:17. Praise the Lord. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് എന്ത് ചെയ്യണം? വേർപെട്ടിരിക്കുവീൻ എന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ 14 മുതൽ നാം പഠിക്കുമ്പോൾ
As we study from 2 Corinthians chapter 6 verse 14 onwards, ഇവിടെ പറയുകയാണ്, നിങ്ങൾ അവിശ്വാസികളോട് എന്ത് ചെയ്യില്ല. do not be unequally. Can you read in English? Do not be born together with Unbelievers. unbelievers. ഇതിന്റെ അർത്ഥം എന്താ? So what do you mean by this verse? നമ്മൾ അവിശ്വാസിയായ ഒരു മനുഷ്യനെ കാണുമ്പോൾ മുഖം തിരിച്ചിരിക്കണമെന്നാണോ? Does it mean that we should be rude to an unbeliever we meet? Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അനേക തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. അതിനുള്ള സമയമല്ല, ആ ടോപ്പിക്കുമല്ല നമ്മുടെ വിഷയം. എങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത്, അവിശ്വാസി എന്ന് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നതായ സാഹചര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വിശ്വാസം സംബന്ധിച്ച് പറയുന്ന കാര്യമാണ്, നാം പ്രത്യേകം തിരിച്ചറിയണം. Here we must, there are many misconceptions regarding this verse, but I want to emphasize that this verse is talking with specific reference to our faith. ശ്രദ്ധിക്കുക, അവനോട് ഒരു അവിശ്വാസിയോട് ചേർന്ന് ജോലി ചെയ്യരുതെന്നോ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കരുതെന്നോ ഒന്നിച്ച് ആഹാരം കഴിക്കരുതെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. This verse does not mean that you should not work with an unbeliever or not to have dinner with them or not to spend time with them. That is not what this verse means. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അവിടെ താഴോട്ട് പറയുന്നുണ്ട്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത്? In the next line we read, for what fellowship has righteousness with lawlessness? എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിലൂടെ എന്ത് കൂട്ടായ്മ? And what communion has light with darkness? ഇതെല്ലാം പറയുന്നത് നമ്മുടെ വിശ്വാസം സംബന്ധിച്ചുള്ള കാര്യമാണ്. These are all talking with reference to our faith. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസം സംബന്ധിച്ച് കടന്നു വരുമ്പോൾ നമ്മൾ നോ പറയേണ്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? നോ പറയുവാൻ തക്കവണ്ണം ഇടയാകണം. When it comes to matters of faith, when there is an occasion to say no, we must be ready to say so. അതായത് ഞാൻ പിന്നീട് ആ ഭാഗം വീണ്ടും ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. നമ്മൾ വായിച്ച വാക്യം അതിൻ്റെ 17-ാം വാക്യമാണ്. 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ. വേർപാട് ആണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി എന്ന പദത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മീനിങ് ആണ് വേർപാട് എന്നുള്ളതായ വാക്ക്. I will explain this more later, but coming to verse 17 which we first read, we are told to come out from among them and be separate. So the concept of separation is highly critical when we examine the topic of holiness. ഈ വേർപാട് എന്ന് പറയുന്നത് ബൗണ്ടറിയാ കാണിക്കുക. ബൗണ്ടറി അല്ലേ? Separation indicates a boundary. ആണോ അല്ലയോ? Yes or no? ഹല്ലേലൂയ. വേർപാടെന്ന് ഉദ്ദേശിക്കുന്നത് ബൗണ്ടറീസിനെയാണ്. അതായത് അപ് ടു ഏത് ലെവലിൽ വരെ നമുക്ക് പോകാം, എവിടെ നിൽക്കാം, എവിടെ നിൽക്കണം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. അത് നാം മറന്നു പോകരുത്. So the concept of separation indicates a boundary in our behavior. To what extent we can go, to what extent the scripture allows us to go. We must never forget this concept in our life. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, നമ്മുടെ സിന്നിനോടുള്ള ബന്ധത്തിൽ, ലോകത്തിൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുമായുള്ള ബന്ധത്തിലൊക്കെ ഉള്ള ബൗണ്ടറി, ആ ബൗണ്ടറിയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. So the boundaries that we set regarding sin, regarding worldly temptations, this is the concept that is referred to as separation. ഹല്ലേലൂയ. ദാനിയേൽ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു, ആത്മീയനായിരുന്നു. Daniel was a spiritual man and he lived in this world. അല്ലേ? ദാനിയേലും സെപ്പറേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? Is there any connection between Daniel and separation? കുഞ്ഞുങ്ങൾ പറഞ്ഞേ. Can one of the youth answer? എന്തെങ്കിലും ഒരു ബന്ധം ദാനിയേലും സെപ്പറേഷനും തമ്മിലുണ്ടായിരുന്നു? Is there any connection between Daniel and the concept of holiness? നിങ്ങൾക്ക് ദാനിയേലിന്റെ സ്റ്റോറി അറിയാലോ അല്ലേ? Do you all know the story of Daniel? അറിയാമല്ലോ. പറ, ദാനിയേലും സെപ്പറേഷൻ തമ്മിൽ സെപ്പറേഷൻ മനസ്സിലായോ? വേർപാട് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? Is there any connection between Daniel and the concept of separation? പറഞ്ഞാട്ടെ. അദ്ദേഹം പ്രാർത്ഥിച്ചു അല്ലേ? He prayed. അത് കുഴപ്പമില്ല, നല്ലൊരു പോയിന്റാണ്. പിന്നെ എക്സാക്ട്ലി അത് രാജാവ് കൊടുത്ത ഭക്ഷണം അതൊക്കെ എല്ലാം വേണ്ടെന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സെപ്പറേഷൻ എന്ത് ചെയ്തു? അവൻ ലഘുപദാർത്ഥങ്ങൾ കഴിച്ച ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ തൻ്റെ ശരീരത്തെ രാജാവ് കൊടുത്ത ഭക്ഷണം കൊണ്ട് എന്ത് ചെയ്തില്ല?
മലിനമാക്കിയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. We read from the scriptures that Daniel refused to take the king's delicacies and did not eat the king's food. Rather, he ate only vegetables. And this is the separation that I'm talking about. നമ്മളായിരുന്നെങ്കിൽ, If it had been us, ഹലോ, നമ്മളായിരുന്നെങ്കിൽ, ദാനിയേലിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, if it had been us in Daniel's place, പറഞ്ഞേ കുഞ്ഞുങ്ങൾ പറഞ്ഞേ, നമ്മൾ വേണ്ടത് പറയുമോ? would we say what is right? ഇല്ല, നമ്മൾ കാണുക ആ ലൈനിൽ ഫസ്റ്റിൽ നമ്മൾ കാണും. We would be first in the queue. അല്ലേ? Yes or no? പക്ഷേ വചനം അറിയാവുന്നവൻ, ശ്രദ്ധിക്കണമേ, വചനം അറിയാവുന്നവൻ, സെൽഫ് കൺട്രോൾ ഉള്ളവൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, വേണ്ട, നോ. But Daniel, who knew the scriptures, stood fast in his principles and said with supreme self-control, no. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവവചനത്തിനെതിരെ വരുന്ന ഏത് കാര്യമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മളെ ദൈവഭക്തിയിൽ നിന്ന് തള്ളിക്കളയുന്ന ഏത് കാര്യമായിക്കൊള്ളട്ടെ, അത് സോഷ്യൽ മീഡിയ ആകട്ടെ, മറ്റെന്തെങ്കിലും ആകട്ടെ, അതിനെ എന്ത് ചെയ്യണം? നോ എന്ന് പറയുവാൻ നമ്മൾ ഈ പ്രസംഗിക്കുന്ന ഞാനും സോഷ്യൽ മീഡിയ ശരിക്കും ഉപയോഗിക്കുന്നയാളാണ്, അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോൾ നിന്നെ വചനത്തിൽ നിന്ന് പിന്മാറ്റുന്ന ഘടകങ്ങൾ, ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നു വിശ്വസിക്കുകയാണ്, വചനത്തിൽ നിന്ന് പിന്മാറ്റുന്ന ഘടകങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ എന്ത് ചെയ്യുക? അതിനോട് നോ എന്ന് പറയുവാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യണം? സാധിക്കണം. So if there is anything in your life, it could be social media or it could be something else that runs contrary to the scripture or takes you away from what God has ordained, then you must be able to say no to it. പ്രൈസ് ദി ലോർഡ്. നോഹയെ നമുക്കറിയാം. നോഹ, We have all heard of Noah. പബ്ലിക് എല്ലാം ഓപ്പോസിറ്റാ, ഒറ്റ ഫാമിലി മാത്രമേ ഉള്ളൂ നിൽക്കുക, പാസ്റ്ററും കുടുംബവും മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭാഷ പറഞ്ഞ നോഹ പാസ്റ്ററും കുടുംബവും അല്ലാതെ ഒറ്റ കുഞ്ഞുങ്ങൾ ഈ പുള്ളി പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്ന ഇല്ല. വർഷങ്ങൾ പ്രസംഗിക്കുക, ഒറ്റ മനുഷ്യനെ രക്ഷിക്കപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷേ താൻ അറിഞ്ഞ സത്യത്തിനു വേണ്ടി ഒറ്റയ്ക്കായിട്ടും നിൽക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി, അതിൻ്റെ പരിണിത ഫലത്തെ പറ്റിയൊക്കെ പിന്നീട് ഞാൻ പറയാം. പക്ഷെ അതാണ് വേർപാടെന്ന് പറയുന്നത്. സ്തോത്രം, ആമേൻ. So Noah and his family stood alone against the entire community and stood separate from them and stood for holiness. And it would have been a very difficult thing. It's almost like as if Pastor Noah and his family were alone in the entire community. But yet he stood fast and maintained a separation between himself and the rest of the world. Praise the Lord. Praise the Lord. ചന്ദ്രകമേശ അബേദ്രഹോം അവരെന്ത് ചെയ്യുന്ന, അവര് വേർപാട് പാലിച്ചത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? എങ്ങോട്ട് കടന്നുപോയി? എങ്ങോട്ടാ പോയി? ദാനിയേലിന്റെ സ്റ്റോറി അറിയാമല്ലോ, അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ. നീ ചന്ദ്രകമേശ അബേദ്രഹോം ആ സ്റ്റോറീസിലുള്ള ആൾക്കാർ തന്നെയാണല്ലോ, അല്ലേ? ആണോ അല്ലയോ? കുഞ്ഞുങ്ങൾ പറഞ്ഞേ. Can someone from the kids answer me? അപ്പോൾ അവർക്കെന്താ സംഭവിച്ചത്? വേർപാട് പറഞ്ഞപ്പോൾ, അല്ലേ? എല്ലായിടത്തും വിഷയമാകുന്നത് വേർപാട് പറയുമ്പോഴാണ്. വേർപാട് പറഞ്ഞപ്പോൾ എന്തെന്നറിയാമോ? നോ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്കെതിരെ ആളുകൾ എഴുന്നേറ്റു, വ്യക്തികൾ എഴുന്നേറ്റു, സമൂഹം എഴുന്നേറ്റു. അവരെ തീച്ചൂളയിലേക്ക് ഇടുന്ന അനുഭവം പോലും ഉണ്ടാകുവാനിടയായി തീർന്നു. We all know about the story of Shadrach, Meshach and Abednego. Everything was fine for them until they mentioned separation. But when they stood for separation and holiness, then people who had stood with them stood against them, and the entire the king's court turned against them, and they were thrown into the fiery furnace. Until that point, everything was going good for them. Praise the Lord. Praise the Lord. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എന്താണ്, പലരും കൂടെ നിന്ന ആൾക്കാർ പോലും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? തള്ളിപ്പറയുന്ന കൂട്ടുകാർ പോലും, ഫ്രണ്ട്സ് പോലും, കുടുംബക്കാർ പോലും എല്ലാം തള്ളിപ്പറയുന്നൊരു കാര്യമുണ്ട്, സാഹചര്യമുണ്ടാകും. ആ സാഹചര്യത്തിൽ നിന്റെ വിശ്വാസത്തിന് വേണ്ടി നീ ഉറച്ചു നിൽക്കുവാൻ നിന്നെ കൊണ്ട് സാധിച്ചാൽ, പിന്നീട് ഞാൻ അതിൻ്റെ ഭാഗം പറയുന്നുണ്ട്, പിന്നീട് ഞാൻ അവസാന ഭാഗത്തിൻ്റെ ഭാഗം പറയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ദൈവം നിന്നെ ഏറ്റവും അധികം ഉയർത്തുവാനൊക്കെ വേണം ഇടയായി തീരും. വിശ്വാസത്തിന് വേണ്ടി ശ്രദ്ധിക്കുക, വിശ്വാസത്തിന് വേണ്ടി ഒരു മനുഷ്യനും എന്താണ്
നിന്ദിക്കപ്പെട്ടത്, മനുഷ്യരൊക്കെ നിന്ദിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന നാളുകളിൽ ദൈവം അവരെ മാനിച്ചതായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. When you stand for what is right and when you stand for holiness and separation, your friends might reject you, your community might reject you, and the people around you might reject you. But if you stand fast for the Lord, then we read from the scriptures that one day the Lord will raise you up into an honorable position. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ പാപത്തോട് നോ പറയുന്നതാണ് വിശുദ്ധി എന്ന് ഞാൻ പറഞ്ഞല്ലോ. I have mentioned before that holiness involves saying no to sin. ശ്രദ്ധിക്കുക, അതേസമയം ദൈവത്തോട് യേശു പറയുന്നതും ദൈവത്തോട് യേശു പറയുന്നതും വിശുദ്ധിയുടെ ഭാഗമാണ്. But it's also a part of holiness that you say yes to what the Lord commands. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, എസ്തേറിന്റെ ജീവിതം പോലും പണയപ്പെടുത്തി. എസ്തേറിനെ പറ്റി കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I trust that all the kids know about Queen Esther. അറിയാമല്ലോ അല്ലേ? Do you know? എസ്തേറിന്റെ സ്റ്റോറി പഠിച്ചിട്ടുണ്ടോ? We studied the story of Queen Esther. ആ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു തീരുമാനത്തോടുള്ള ബന്ധത്തിൽ യേശു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. There is a point in her story where she has to say yes to what the Lord commands. ആ ഒറ്റ യേശു പറച്ചിലുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ അവൾ രക്ഷിക്കുകയാണ്. And she rescued an entire community by saying yes. ദൈവത്തോട് എന്ത് ചെയ്യണം? ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴും നാം യേശു പറയണം. So whatever the scripture commands you to do, whatever God commands you to do, say yes. അത് വിശുദ്ധിയുടെ ഭാഗമാണ്. It's part of holiness. എന്നാൽ പാപത്തോട് നാം നോ പറയുവാനൊക്കെ വേണം ഇടയാകണം. But you must be able to say no to sin. അതും വിശുദ്ധിയുടെ ഭാഗമാണ്. That's also part of holiness. Praise the Lord. Praise the Lord. അപ്പോൾ ദൈവത്തോട് എസ്തേർ യേശു പറഞ്ഞതുകൊണ്ട്, because Queen Esther said yes to the Lord, അവൾ അനേകരെ രക്ഷിക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. she rescued many from certain death. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, as you hear the scriptures, വചനം മനസ്സിലാക്കുമ്പോൾ, as you understand the അത് നിങ്ങളോട് scriptures, ക്രിയ ചെയ്യുമ്പോൾ, as it works in your heart, അതിനോട് നാം യേശു പറ, കർത്താവേ ഈ വചനം എനിക്ക് വേണ്ടിയുള്ളതാണ്, ഞാൻ അപ്രകാരം ജീവിക്കുമെന്ന് പറയുവാൻ തയ്യാറാകണം. you must say yes to it and say, Lord, these scriptures are for me, I will say yes to it. അബ്രഹാമിനെ പറ്റി അറിയാമല്ലോ അല്ലെ? അബ്രഹാം, You all know about Father Abraham. കേട്ടിട്ടുണ്ടോ? Have you heard of him? കുഞ്ഞുങ്ങളാണോ ചോദിക്കേണ്ടത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? I'm asking you, the kids. അബ്രഹാമിനെ പറ്റി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ എന്താ പറഞ്ഞു? ഞാൻ നിന്നെ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് അല്ലേ പോകാൻ പറഞ്ഞു. Abraham was told to go out to a place that the Lord would show him. ആ സ്ഥലത്തെ പറ്റി അറിവ് ആർക്കില്ല? അബ്രഹാമിന് ഇല്ല. Abraham knew nothing about the land. താൻ അത് കണ്ടിട്ടില്ല. He has not seen it. ഇല്ല, താൻ കണ്ടിട്ടില്ല. He has not seen it. പക്ഷെ അദ്ദേഹം അതിനോട് എന്ത് പറഞ്ഞു? യേശു പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് പറയുന്ന ദൈവത്തിന്റെ വചനത്തോട് നാം എന്ത് ചെയ്യണം? എപ്പോഴും യേശു പറയുന്നവരാകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. But yet Abraham said yes. So when the Lord commands you something to the scriptures, you should be able to say yes to him. നമുക്കറിയാം, യേശുവിന്റെ അമ്മയായ മറിയ, Mary, the mother of Jesus, കന്യകയായിരുന്ന മറിയ, she was a virgin. കർത്താവ് ദൈവം അവിടെ എന്താണ് നമ്മുടെ ഏഞ്ചല് വന്ന് സംസാരിക്കുന്ന സമയത്ത് അവളോട് പറയുക, കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കുമെന്ന് ആ വചനങ്ങളെല്ലാം ഇങ്ങനെ തന്നോട് പറയുന്ന സമയത്ത് അതിനോട് നോയാണോ പറഞ്ഞത്? കാരണം അറിയാം, അന്ന് വരെയും നടക്കാത്തൊരു വിഷയമാണ്. കന്യകയായ ഒരു സഹോദരി അവൾ എന്താണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാനൊക്കെ വണ്ണം ഇടയായി തീരും അല്ലേ? എന്നാൽ ആ തീരുമാനത്തിന് മുമ്പിൽ, തമ്പുരാന്റെ വചനത്തിന് മുമ്പിൽ എന്ത് ചെയ്തു? യേശു പറയുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നു. അവളെ ദൈവം മാനിക്കുവാനിടയായി തീർന്നു അല്ലേ? സ്തോത്രം. Mary could have said no to the commandment of the angel, speaking from the scriptures that the virgin shall conceive and have a son, and she knew that she would be exposing herself to dishonor and almost certain death by stoning. But yet she said yes to the scriptures. Hallelujah. Hallelujah. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Do you understand me? എല്ലാം ദൈവവചനത്തോട് യേശു പറയുവാനിടയാകണം. You should be able to say yes to the scriptures. വചനത്തോട് നാം എതിർത്ത് നിൽക്കരുത്. Do not contend against the scriptures. വചനത്തെ ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. Do not disregard the scriptures. അത് എനിക്കുള്ളതല്ല, അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് മാറ്റിവെക്കുവാനൊക്കെ വേണം ഇടയാകരുത്. Do not ever say it does not matter to me, it does not apply to me. ആ വചനത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറുതെയായി മാറുവാനൊക്കെ വേണം ഇടയായി തീരും. Our lives will become pointless if we reject the scriptures that the Lord has given us. വീണ്ടും പറയാം, മുമ്പ് ഞാൻ പറയാൻ വെച്ച ബാക്കി ഞാൻ പറയാം. വിശുദ്ധി
വിശുദ്ധി എന്നുള്ള വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടെത്തിക്കുവാനൊക്കെ വേണം ഇടയായിത്തീരും. I want to return to the topic that I first started. Holiness will give you peace and happiness in your life. ഈ വിശുദ്ധി എന്നുള്ള വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുവാനൊക്കെ വേണം ഇടയായിത്തീരും. It will give you peace in your life. പെന്തക്കോസ്ത് കുടുംബങ്ങളിലൊക്കെ സമാധാനവും സന്തോഷവും കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നതിന്റെ കാര്യം അവർ വിശുദ്ധിയിലും വേർപാടിലും നിന്നതുകൊണ്ടാണ്. Pentecostal families all over the world have enjoyed happiness and peace because they stood for holiness. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ദൈവമക്കളെ, മുമ്പ് നോഹ ദൈവത്തിന്റെ വചനം കേട്ടതുകൊണ്ട് വിശുദ്ധിയിൽ നിന്നതുകൊണ്ട് അനേകർ നിന്ദിച്ചെങ്കിലും അനേകർ പരിഹസിച്ചെങ്കിലും ആരും അവരുടെ വാക്ക് കേട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്നതായ ആ വലിയ അപകടത്തിൽ നിന്ന്, ആ വലിയ ഫ്ലഡിൽ നിന്ന് മുഴുവൻ ജനവിഭാഗവും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടപ്പോഴും ആ വിശുദ്ധിയിൽ നിന്ന കാരണത്താൽ ആ കുടുംബം രക്ഷപ്രാപിപ്പാനൊക്കെ വേണം ഇടയായി തീർന്നു. As the family of Noah stood alone against the prevailing attitudes and maintained holiness and separation, they alone were rescued from the great calamity that was the flood, and they continued. Hallelujah. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ആദ്യം നിന്ന അനുഭവിച്ചു, ആദ്യം പരിഹാസം അനുഭവിച്ചു. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവരെ ഏറ്റവും അധികം മാനിക്കുവാൻ തക്ക വണ്ണം ഇടയായി തീർന്നു. Even though the family of Noah was subjected to dishonor and ridicule in the early part of their lives, because they stood for holiness and separation, the Lord honored them in their last days. അബ്രഹാം ദൈവസന്നിധിയിൽ വിശ്വസിച്ചു. യേശു പറഞ്ഞു, അതുകൊണ്ട് അവസാനത്തേതിൽ തലമുറകളെ കണ്ട്, തലമുറകളുടെ സന്തോഷങ്ങൾ കണ്ട് അനേക തലമുറകളുടെ അനേക വംശങ്ങളുടെ പിതാവായി അബ്രഹാം ഇന്നുമായിരിക്കുകയാണ്. Abraham stood for holiness and separation, and because of that he is a father to many nations to this day. എന്താണ് വിശുദ്ധി എന്നുള്ള വിഷയം, വേർപാട് എന്നുള്ള വിഷയം ജീവിതത്തിൽ സന്തോഷം കൊണ്ട് കൊടുക്കുകയാണ്. So holiness and separation will bring you happiness in your life. ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ മേരിയെ പറ്റി, കർത്താവിന്റെ അമ്മയായ മേരിയെ പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. I already mentioned Mother Mary to you. ആദ്യം നിന്നയും പരിഹാസ്യവും ഒക്കെ ഏൽക്കേണ്ടി വന്നെങ്കിലും, even though she suffered from ridicule and dishonor in the early ലോകരക്ഷിതാവായ കർത്താവ് തന്റെ ഉദരത്തിന്റെ അകത്ത് ഗർഭം വരിക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. she had the privilege of conceiving the savior of the world. ആ ഈ ലോകം മുഴുവനും ആ സഹോദരിയെ പറ്റി പ്രസംഗിക്കുകയാണ്. and to this day she is preached across many ഹല്ലേലൂയ. വിശുദ്ധിക്ക് നിന്നതുകൊണ്ട് ആദ്യം നിന്നയും പരിഹാസം ഏൽക്കേണ്ടി വന്നെങ്കിലും ആ സഹോദരി ഇന്നും മാനിക്കപ്പെടുകയാണ്. even though she had to suffer ridicule and dishonor, even to this Hallelujah. day she is honored in the many ഹല്ലേലൂയ. world. ശ്രദ്ധിക്കുക, പൗലോസിനെ പറ്റി നിങ്ങൾക്കറിയാം. പൗലോസ് ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാൻ വേണ്ടി ഇറങ്ങിയ മനുഷ്യനാണ്. എന്നാൽ കർത്താവിനെ അംഗീകരിച്ച് കർത്താവിനോട് യേശു പറഞ്ഞപ്പോൾ, ശ്രദ്ധിച്ചോണേ, ഇന്ന് ഞാൻ പ്രസംഗിച്ച ഭാഗം പോലും ആ പൗലോസ് എഴുതിയത് പ്രസംഗിപ്പാനൊക്കെ വേണം ഇടയായി തീർന്നു. ദൈവം അദ്ദേഹത്തെ മാനിക്കുവാനിടയായി. Apostle Paul, in his early part of his life, was a zealous persecutor of Christians. But as he maintains holiness and separation, once he came to the Lord, even to this day he is honored. And I have just preached from verses that he has written. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി തെളിവുകളുണ്ട്. ദൈവത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം മാനിച്ചു, ദൈവം സഹായിച്ചു, സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ കൊടുത്തതായ അനേക തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. There are many instances of the people following holiness and separation for the Lord, and the Lord honored them in due time. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വിശുദ്ധി എന്നുള്ള വിഷയം നിസ്സാര വിഷയമല്ല. ആ വിശുദ്ധി പുറമേ കാണിക്കേണ്ട വിഷയം, അതായത് പുറമേ കാണിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് പുറമേ നമ്മുടെ ഉള്ളിലുള്ള വിശുദ്ധി പുറത്തേക്ക് ഒഴുകണം. അകത്ത് വിശുദ്ധിയില്ലാതെ പുറത്തു നാം വിശുദ്ധി പ്രകടിപ്പിച്ചത് കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം ഒരിക്കലും അർത്ഥവത്തായി തീരുകയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ആദ്യം വിശുദ്ധിയുടെ വേർപാടിൻ്റെ അനുഭവങ്ങൾ ഉരുത്തിരിയട്ടെ. അത് പുറത്തേക്ക് ഒരു പുഴ ഒഴുകുന്നത് പോലെ പുറത്തേക്ക് ഒഴുകുവാൻ തക്ക വണ്ണം ഇടയാകട്ടെ. അനേകർക്ക് പ്രയോജനമുള്ളതായി ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. So today, if you have holiness in your heart, let it not be merely an outward presentation, but rather let your holiness overflow from an inner holiness. Let it not be just for show, but rather let it be genuine. Praise the Lord. ഞാൻ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. I'm coming to my conclusion. നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ. I hope all the children are listening to me. ഈ കാലഘട്ടത്തിൽ വിശുദ്ധിക്ക് എതിരായിട്ട് നിൽക്കുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? So what are the challenges towards holiness in this time and age? പറഞ്ഞേ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെക്കാളും അനുഭവിക്കുന്നത് നിങ്ങളാണല്ലോ. അപ്പോൾ പറഞ്ഞേ, വാട്ട് ഈസ് ദ ചലഞ്ചസ് അഗൈൻസ്റ്റ് ഹോളിനെസ്? എന്തൊക്കെയാണ് ചലഞ്ചസ് ഉള്ളത്? പറഞ്ഞോ, പറയൂ. ഒരു ഗവേഷണം നടത്താം, Please speak. ചേർന്ന് ചിന്തിക്കാം. പറഞ്ഞാട്ടെ, എന്താ ചലഞ്ചസ് ഉള്ളത്?
നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റുന്ന ഘടകം എന്തൊക്കെയാണ്? What are the things that draw you away from the faith? നമ്മുടെ വിശുദ്ധിയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഘടകം എന്താണ്? അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞാട്ടെ. What are the challenges that draw you away from holiness? പറ. ഒന്നാമതായി ഞാൻ കണ്ട കാര്യം നിങ്ങൾ പറയാം. പിയർ പ്രഷർ, അതായത് എന്താ പറയുന്നതിന് മലയാളം പദം എന്താ? കൂട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഘടകം, അതായത് അവരുടെയൊക്കെ സമ്മർദ്ദം മൂലം. ഞാനിത് ഇന്നലെ പലയിടങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇത് ഗൂഗിളിൽ പോയി പലയിടങ്ങളിൽ പോയി നോട്ട്സ് നോക്കി, അല്ലെങ്കിൽ കിട്ടാവുന്ന ഇടങ്ങളിലൊക്കെ സോഴ്സ് നോക്കി ഈ കുഞ്ഞുങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഘടകം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് കണ്ടൊരു ഘടകം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ കൂട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ, അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും അങ്ങനെയാണ്. നമ്മുടെ കൂട്ടുകാർ എങ്ങനെയാണോ അത് അങ്ങനെ ഇരിക്കും നമ്മൾ. അങ്ങനെയാണല്ലോ അല്ലേ? അവരെന്ത് ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്യും. അത് ഒരു പാർട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണ് അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിക്ക തലമുറകളും പഠിക്കുന്നത്, ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ആയിരിക്കുന്ന മണ്ഡലങ്ങൾ, ഇത് കണ്ടമാനം നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മളെ യഥാർത്ഥമായി ബാധിക്കാറുണ്ട്. One of the biggest challenges to holiness is peer pressure. Your friends and people around you might be doing something and they will put you under pressure. And it is often quite natural to partake of these activities because it's part of friendship and it will influence you to some degree. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ദാനിയേൽ, as I mentioned before, എല്ലാവരും പിയർ പ്രഷറിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വേർഡാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. So it's a technique to resist peer pressure can be seen in the book of Daniel. രാജാവ് കൊടുത്ത ഭോജനം എല്ലാവരും കഴിച്ചു. Everyone ate of the delicacies of the king. ആ സമയത്ത് ഒരു പിയർ പ്രഷർ ഉണ്ട്. ആർക്കാ? ദാനിയേൽ. എല്ലാവരും കഴിച്ചു, അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യണം? കഴിക്കണം. So there's tremendous peer pressure on Daniel and his friends to eat these delicacies. കൂടെ പഠിക്കുന്നവരെന്തും കാണിക്കട്ടെ, കൂടെ പഠിക്കുന്നവരോ കൂടെ ജോലി ചെയ്യുന്നവരോ കൂടെ ഉള്ള ആൾക്കാരൊക്കെ എന്തും ചെയ്യട്ടെ, പക്ഷേ യു യുവർ സെൽഫ് ഹാസ് ടു ഡ്രോ എ ലൈൻ. നിന്റെ ജീവിതത്തിൽ നീ തന്നെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ്റെ അപ്പുറത്ത് നമ്മൾ പോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. So no matter what your schoolmates or classmates or your friends or colleagues might do, you draw a line of separation between you and them and do not go into their pattern of behavior. Let them do whatever they want, but I don't do that. അവർക്ക് ഇഷ്ടമുള്ളത് അവരെന്ത് ചെയ്യട്ടെ, പക്ഷെ ഞാൻ ചെയ്യത്തില്ല. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൂട്ടുകാരെന്ത് ചെയ്യുന്നുള്ള വിഷയമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്ന വിഷയമല്ല. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുക. ദൈവത്തിന് നിന്നെപ്പറ്റി പദ്ധതിയുണ്ട്. ഗോഡ് ഹാസ് എ പ്ലാൻ ആൻഡ് പർപ്പസ് അബൌട്ട് യുവർ ലൈഫ്. അത് ശത്രു തകർത്ത് കളയുവാൻ നീ അനുവദിക്കരുത്. So little children, listen to me. Your friends might be doing a lot of things, your peers might be doing a lot of things, but you draw a line of separation because God has big plans for you, and if you follow him, he will bring those to pass. രണ്ടാമതുണ്ടാകുന്ന ഒരു ചലഞ്ചാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ സഹോദരങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ആൻഡ് ടെക്നോളജി. The second challenge to holiness is the influence of media and technology, which we mentioned as brothers were speaking this morning. Praise the Lord. ഇൻഫ്ലുവൻസിൻ്റെ മീഡിയയുടെ എന്താണ്, ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ വളർന്നു വന്നതുപോലൊരു സാഹചര്യമല്ല. എന്നാൽ നമ്മുടെ തലമുറ എന്താണ്, കണ്ടമാനം മീഡിയയുടെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് അവരുടെ ജീവിതത്തിലുണ്ടെന്ന് നാം തിരിച്ചറിയണം. We must realize that the current generation is exposed to a very high level of influence by media and social media, which was hitherto unknown to us, the older generation. മൂവീസ് ആകട്ടെ, സോഷ്യൽ മീഡിയ ആകട്ടെ, ഗെയിംസ് ആകട്ടെ, ഇതിനകത്തെല്ലാം വയലൻസും റോങ് ബിഹേവിയറും എന്താണ്, ഈവൻ സീരിയലുകൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു നല്ല മെസ്സേജ് തരുന്നൊരു സീരിയൽ ആരെങ്കിലും കുത്തിയിരുന്ന് കാണും. അതേസമയം വയലൻസ് ഉള്ളത്, കുടുംബ പ്രശ്നമുള്ളതൊക്കെ ചുമ്മാ ഇരുന്ന് കണ്ട് കരയുന്ന സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മീഡിയ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അത് ഭയങ്കരമാണ്. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മുടെ തലമുറകൾ പിശാചിന് അടിമകളാകാൻ പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ പിശാച് കൊണ്ടുപോകാൻ പാടില്ല. അത് മാത്രമല്ല, നിങ്ങളോട് ഞാൻ പറയുന്നത് വളരെ ഖേദമുണ്ട്. ഇന്നത്തെ ഷോർട്സ്, എന്താണ് പറയുന്നത്, റീൽസ്,
വീഡിയോസ്. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്ത വിഷയമാണ്. ഇതൊക്കെ തലമുറകളെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വി നീഡ് ടു നോ ദാറ്റ്. അവരിത് കണ്ട് ലോകത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പ്രാർത്ഥിക്കുക, അവരെ വിശുദ്ധിയിലേക്ക് നടത്തുവാനായിട്ട് പ്രാപ്തരാക്കുക, അവരെ എൻഗേജ് ചെയ്യിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇത്തരമായ വേറൊരു നാട്ടിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അത് എൻ്റെ സീനിയർ ഒരാൾ തന്ന ഏറ്റവും നല്ലൊരു ഒരു നല്ല അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, തലമുറകളെ എത്രയധികം എൻഗേജ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ സാധിക്കുമോ അതാണ് ഏറ്റവും ബെറ്റർ. എൻഗേജ് ചെയ്യാൻ മനസ്സിലായല്ലോ അല്ലേ? ഓരോ കാര്യങ്ങൾ അവർക്ക് കൊടുത്ത്, റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത്, അവരെ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, വചനം വായിപ്പിച്ച്, ആത്മീയ വിഷയങ്ങളിൽ ആത്മീയ വിഷയങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ച് സഭയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ വരും നൂറ്റാണ്ടിൽ നമ്മുടെ തലമുറകൾ സഭയ്ക്കകത്ത് കാണും. സ്വതന്ത്രം ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയണം. The influence of the media, whether it be through shorts or reels or through movies, social media or even TV series, is much higher and much deeper than what we were exposed to as in the previous generation. One technique to combat this is to engage the children and the youngsters more by giving them responsibilities to do within the church and through spiritual activities. This is the only way we can make sure that children are engaged with the church and will be present in the church in the coming years. അതുപോലെ തന്നെ വിശുദ്ധിക്കെതിരായ ഒരു വിഷയമാണ് എല്ലാ കാര്യങ്ങളും ടപ്പേ എന്ത് ചെയ്യണം, പെട്ടെന്ന് ആ ഒരു ബിഹേവിയർ ശ്രദ്ധിച്ചോണേ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഭാഗമുണ്ട്, ജനസിസിൻ്റെ പുസ്തകത്തിൽ വായിക്കാൻ സമയമില്ലെങ്കിൽ പോലും, സമയമില്ലെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ആ ഒരു വാക്യം വായിക്കാതെ മുമ്പോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായ കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാം അധ്യായം 29-ാം വാക്യം വേഗത്തിലൊന്ന് വായിക്കാമോ? Can someone read Genesis 25 verse 29? 25, 29. ആ ആ ആ ആ ആ ശ്രദ്ധിച്ചോളാം. അദ്ദേഹം ആ പായസത്തിന് വേണ്ടി തൻ്റെ കാര്യം ഇപ്പം നടക്കണം. ശ്രദ്ധിച്ച് മനസ്സിലാകുന്നുണ്ടോ കാര്യം? തൻ്റെ കാര്യം താൻ ആഗ്രഹിച്ചത് ഇപ്പം കിട്ടണം. അതിനു വേണ്ടി താൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ ജ്യേഷ്ഠാവകാശം പറഞ്ഞേ വിറ്റ് കളഞ്ഞു. അതായത് എൻ്റെ ജ്യേഷ്ഠാവകാശത്തിൻ്റെ വാല്യൂ എന്താണെന്ന്, വചനത്തിൻ്റെ വാല്യൂ എന്താ, ദൈവം കൊടുത്ത പൊസിഷൻ്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ തൻ്റെ പ്രോഫിറ്റിന് വേണ്ടി, മനസ്സിലെ സുഖത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി ആ ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തു? വിറ്റ് കളഞ്ഞു. ദൈവമക്കളെ, നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളുടെ സ്വന്തം താല്പര്യവും ഹൃദയത്തിലെ ആഗ്രഹം നിറവേറാൻ വേണ്ടി ഒരിക്കലും ദൈവം തന്ന പദവിയായ ദൈവ പൈതലെന്ന പദവി ഒരിക്കലും നാം എന്ത് ചെയ്യല്ല, നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ്സ് എ ബിഗ് പ്രിവിലേജ് ആസ് എ ഗോഡ്സ് ചൈൽഡ്. ദൈവത്തിൻ്റെ മകനായിരിക്കുക, ദൈവത്തിൻ്റെ മകളായിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം എന്നെയും നിന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് പിയർ പ്രഷറിൻ്റെ കൂട്ടുകാരുടെ സമ്മർദ്ദത്താൽ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നുള്ളതായ ആഗ്രഹത്താൽ ഒരിക്കലും ദൈവവൈതലാണെന്നുള്ളതായ പൊസിഷൻ നാം എന്ത് ചെയ്യല്ല, അതൊരിക്കലും നാം വിട്ടുകളയുവാൻ തക്കവണ്ണം. ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്ന സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നാം എവിടെ ആയാലും ദൈവത്തിൻ്റെ പൈതലായിരിക്കണം. സ്കൂളിലായിരുന്നാലും നാം ദൈവത്തിൻ്റെ പൈതലായിരിക്കണം, വീട്ടിലായാലും ദൈവപൈതലായിരിക്കണം, സഭയിലായാലും ദൈവപൈതലായിരിക്കണം. പലപ്പോഴും ഇപ്പോൾ ഞാൻ കാണുന്നത് സഭയിലായ ദൈവപൈതലാണ്, സഭയ്ക്ക് വെളിയിലായ പിന്നെ ലോകത്തിൻ്റെ പൈതലാണ്. നോ, ഡോണ്ട് ഡു ദാറ്റ്. അത് നിങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകരുത്. നാം എവിടെയായാലും ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നെ എന്ത് ചെയ്യുന്നുണ്ട്. ചില ദിവസം പറയുന്നത് എന്താ? സകലതും നഗ്നവും ദൈവത്തിന് മുമ്പിൽ ഒന്നിനും മറവില്ല. ഉണ്ടോ? സകലവും ഓപ്പണാണ്. When you are using your social media, when you are using your when you are sitting in front of your laptop or computer, whatever it is,
മേ ബി നോബഡി വിൽ ബി ദെയർ. ഒരുപക്ഷെ ആരും അവിടെ കാണത്തില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണുകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നിൻ്റെ പേരൻസിൻ്റെ ഇത് വളരെ വിഷമിപ്പിക്കുന്ന ഭാഗമാണ്. പേരൻസിൻ്റെ കണ്ണുകൾ അവിടെ ഇല്ലായിരിക്കാം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ പേരൻസിൻ്റെ കണ്ണുകൾ അവിടെ ഇല്ലായിരിക്കാം. പാസ്റ്റർ അവിടെ കാണത്തില്ലായിരിക്കാം. ഫ്രണ്ട്സ് ആരും ഉണ്ടായിരിക്കത്തില്ലായിരിക്കാം. ബട്ട് ഗാഡ് ഈസ് ദെയർ ടു വാച്ച് യു അല്ലേ? ഗാഡ് ഈസ്, മുമ്പ് നിങ്ങൾ പറഞ്ഞതാ, ഗാഡ് ഈസ് എ ഒമ്നി പ്രസൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒമ്നി പ്രസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പ് നമ്മൾ പറഞ്ഞ അവൻ സർവ്വവ്യാപിയാണ്. അവൻ നിൻ്റെ ബെഡ്റൂമിൻ്റെ അകത്തുമുണ്ട്, ഹാളിലുമുണ്ട്, സഭയ്ക്കകത്തുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട് എന്നുള്ളതായ ബോധ്യം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുമെന്നൊക്കെ വേണം ഇടയായിത്തീരണം. So the third biggest challenge to holiness is instant gratification, the promotion of instant gratification. We see in Genesis chapter 25 verse 29 onwards that Esau sold his birthright, the great privilege that he had from his family, for the sake of a stew. So when you have desires that you want to gratify, please do not sacrifice the immense privilege you have as a child of God for the sake of instant gratification, but rather follow what the Lord has said and deny any desires that take you away from the word of God. Hallelujah. 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 കണ്ടമാനം വിഷമിപ്പിച്ചെന്ന് തോന്നുന്നല്ലോ. Hallelujah. Hallelujah. സ്വസ്ത്രം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറയാം. അടുത്ത് ടെംപ്റ്റേഷൻ. എൻ്റെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻ ഉണ്ട്, പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻ ഉണ്ട്, കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻ ഉണ്ട്. ഈ ദിവസങ്ങളിൽ ടെംപ്റ്റേഷനെ ജയിക്കുവാനൊക്കെ വേണം നമ്മുടെ തലമുറകളെ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. The fourth challenge to holiness and separation is temptation. Me who's speaking this message to you face temptation every day. You face temptation every day, and may the Lord give us strength to resist these temptations. അടുത്തത് പ്രധാനപ്പെട്ട ഘടകമാണ്. The next one is important. നമ്മളെന്താ ഇപ്പം ചിന്തിക്കുന്നത് അറിയാം? ഇപ്പം ചിന്തിക്കുന്നേ. So what are we meditating on right now? ഇപ്പം ചിന്തിക്കുന്നത് സബ്ജക്റ്റ് ഇപ്പം ചിന്തിക്കുന്നത് വിശുദ്ധി എന്നുള്ള വിഷയം കോമൺ ആയിട്ട് വിഷയമാണ്. പക്ഷേ ഇപ്പം ചിന്തിക്കുന്നത് എന്തുവാ? Temptation. ടെംപ്റ്റേഷനാണ്. സമ്മതിച്ചു. ഈ ടെംപ്റ്റേഷൻ ഞാൻ പറയാനുള്ള കാര്യം എന്താണ്? എന്താ വാട്ട് വാസ് ടോപ്പിക്? ചലഞ്ചസ് അല്ലേ? അത് മറക്കരുത്. ചലഞ്ചസാ. ആ ചലഞ്ചസിൽ അടുത്തതാണ് പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്, മെയിൻ ചലഞ്ചാ, സഭയുമായി ബന്ധപ്പെട്ട ചലഞ്ചാ. അതായത് ദർ ഇസ് നോ സഫിഷ്യൻറ്റ് റോൾ മോഡൽസ്. നമ്മുടെ സഭയ്ക്കകത്ത് അതായത് റോൾ മോഡലായി കാണിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? So the next big challenge to holiness is a lack of role model within the church who can be held up as an example. ഹലോ, നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് 100% എനിക്കറിയാം. I can say with absolute certainty that during the times of our fathers there were role models we could hold up. ആമേൻ. അവർ ഒരു പ്രോഫിറ്റും നോക്കാതെ, ഒന്നും നോക്കാതെ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് അവരെ നോക്കി നമ്മളൊക്കെ ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തലമുറ നമ്മളെ നോക്കി ഇറങ്ങുമോ ഇല്ലയോ? Our fathers followed the Lord without any expectation of benefits or profits, and because of that we had good role models, so we set out to follow the Lord. Now if our children could look at us, would they see role models? തീമത്തിയോസിൻ്റെ ഭവനത്തെ പറ്റി, തീമത്തിയോസിൻ്റെ വീടിൻ്റെ അകത്ത് അല്ലേ വല്യമ്മച്ചിയെ പറ്റിയും പറയുന്നുണ്ട്, അമ്മയെ പറ്റിയും പറയുന്നുണ്ടോ ഇല്ലയോ അല്ലേ? ആ പൗലോസിൻ്റെ സാക്ഷ്യമുണ്ട് അവരെ പറ്റി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെപ്പറ്റി ഇപ്പോൾ ആൾക്കാർ പറയുമ്പോൾ ഏത് രീതിയിലാണ് പറയുന്നത്? നമ്മുടെ തലമുറകൾ വിശ്വാസത്തിൽ നിലനിൽക്കണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു റോൾ മോഡലാണോ എന്ന് ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ വെച്ചാൽ അതിൽ എന്ത് ഉത്തരമാണ് നാം കൊടുക്കാനായിട്ട് പോകുന്നത്? So when Paul talks about Timothy, he is able to say confidently that Timothy's grandmother and mother were examples and role models to him. So if we are held up as role models, how many of us will make the cut? വലിയൊരു നമ്മുടെ മുമ്പിലുള്ള പിതാക്കന്മാരൊക്കെ മൺമറഞ്ഞു പോയ ഈ കാലഘട്ടത്തിൽ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കേണ്ട ഒരു സമൂഹമാണ് നമ്മൾ അല്ലേ? നമ്മളെ കണ്ട് വേണം നമ്മുടെ തലമുറ ഈ ദിവസങ്ങളിൽ വളർന്നു വരുവാനായിട്ട്. അവർക്ക് പറയാൻ സാധിക്കണം, എൻ്റെ അപ്പൻ ഒരു ആത്മീയനാണ്, എൻ്റെ അമ്മ ഒരു പ്രാർത്ഥിക്കുന്ന മാതാവാണ് എന്ന് പറയാൻ നമ്മുടെ തലമുറ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നമുക്കവരെ നേടുവാൻ കഴിയുകയില്ല. We cannot reach our children if our children do not look up to us and say, my dad is a spiritual man or my mom is a prayerful woman. If we cannot do that, then we will lose the next generation. Praise the Lord. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം വ്യക്തമായി തിരിച്ചറിയണം,
വിശുദ്ധിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മുടെ തലമുറകൾ അനുഭവിക്കുന്ന എന്താണ്, ഈ പ്രിയപക്ഷനെ പറ്റിയും അനുഭവിക്കുന്ന ടെംപ്റ്റേഷനെ പറ്റിയും ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ളതായ റോൾ മോഡലിനെ പറ്റിയും ഒക്കെ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുവാന്നൊക്കെ പറഞ്ഞാൽ ഇടയാകണം. So we must think and talk about the challenges that our children face in terms of peer pressure, in terms of lacking in role models, in terms of the temptation that they face in life. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിങ്ങൾ വീണ്ടും ഡൗൺ ആയി. Hallelujah. 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 ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. This is a fact. I did not say this to cause upset to anyone, but it is a fact. Hallelujah. ഈ ദിവസങ്ങളിൽ നമ്മളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി ഈ ദിവസങ്ങൾ നമുക്ക് ജീവിക്കാം. So let us live as children of obedience according to the will of the one who called us. Hallelujah. Hallelujah. അവസാനം പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ As I am holy, നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ. be holy in all your conduct. Hallelujah. നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ വചനത്തെ ധ്യാനിക്കാം. കർത്താവ് ഈ വചനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ തലമുറകളെ വിശ്വാസം ഉറപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് എല്ലാവരെയും സാധിക്കട്ടെ. ഇവിടെ നമ്മുടെ സഭയെ മാത്രമല്ല, പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ അനുഭവിക്കുന്ന വിഷയമാണ്. തലമുറകളെയൊക്കെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഉറപ്പിച്ചു നിർത്തുവാൻ, നല്ല ഒരു ആത്മീയരാക്കി തലമുറ നിർത്തുവാൻ കർത്താവ് നമ്മെ വാർത്തെടുക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവസരം ദൈവദാസനോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരും